ഹലോ, എല്ലാവർക്കും എൻ്റെ മൈക്കി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഞാൻ പളനിയിലെത്തിയ കേട്ടോ. എനിക്കിന്ന് ശരിക്കും വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇതൊരു അവിടെ നമ്മളിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സുഖമില്ല. എൻ്റെ ഒരു കുതിര വണ്ടി പോകുന്നത്, എൻ്റെ ഡിയോപോൾ മരിച്ചതാണല്ലോ ഇന്നലെ, അതുകൊണ്ട് എനിക്ക് സങ്കടമാണ്. എന്നാലും ഇവിടെ വന്നപ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങളിനി ഇവിടെ നമ്മളിവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അങ്ങോട്ടല്ലേ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അവിടെ ഫുഡൊന്നുമില്ല. നമ്മളവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓട്ടോ പിടിക്കണ്ടേ, കിട്ടൂല. എവിടെ നിന്നിത്? അങ്ങനെ ഞങ്ങളിപ്പം നമ്മളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ടിഫിൻ കടയുണ്ടായിരുന്നു. അവിടെ ഞാൻ ഇഡ്ഡലി കഴിച്ചു, എൻ്റെ ഫ്രണ്ട് വട കഴിച്ചു. നമ്മളിങ്ങനെ ഓട്ടോ പിടിച്ചിട്ടാണ് പളനിയിലോട്ട് പോകേണ്ടത്. നമ്മൾ ബസ്സിലും പോകാൻ, എൻ്റെ ഫ്രണ്ടിന് ബസ്സിലൊക്കെ കയറാൻ ഭയങ്കര പാടാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എൻ്റെ ഓട്ടോയുടെ അടുത്തോട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് എടുക്കാമെന്ന്. ഒട്ടും മനസ്സിന് സുഖമില്ലാതെയാണ് എടുക്കുന്നത്. ഞാൻ വിചാരിച്ചത് പളനി അമ്പലത്തിൽ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മൊബൈൽ അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. ബസ്സൊക്കെ ഉണ്ട് പഴയ അമ്പലത്തിലേക്ക്. നമ്മളിനിയും ഓട്ടോയിൽ കയറട്ടെ. ഓക്കെ, അപ്പം നമ്മളില്ലേ ഓട്ടോയിൽ കയറണ്ടെന്ന് വെച്ച് കുതിരവണ്ടി കയറാമെന്ന് വെച്ച് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കുതിരവണ്ടിയിലോട്ട് കയറാൻ പോകുന്നുണ്ടോ. ഹായ്, എൻ്റെ അവനെ കണ്ടോ? ഇവനെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ, അവൻ്റെ വീഡിയോ എടുക്കട്ടെ. അയ്യോ, ദേഷ്യം വരുമോ അവന്? ഉണ്ടോ, എടുക്കൂല. വാ. അപ്പം നമ്മളിനി കുതിരവണ്ടി കയറിയിട്ട് തന്നെ ഇവിടെ ഒരു പട്ടി ഓടിയെന്ന് വേറെ കുതിരവണ്ടി ഉണ്ട്. നമ്മളിനി കുതിരവണ്ടി കയറിയിട്ട് പിന്നെ കാണിക്കാം. ഞങ്ങളിങ്ങനെ കുതിരവണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം കാണാം. അതായത് അമ്പലം ഒന്നും കാണാൻ പറ്റും. അമ്പലത്തിൽ കാണിക്കാം. കുറച്ച് ഒന്ന് കുതിരവണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവർ ചിരിക്കുന്നു. ഉണ്ടോ നമ്മൾ കുതിരവണ്ടി കണ്ട? അയ്യോ, ഒരു റിസ്ക്കാണ്. എൻ്റെ ചെരുപ്പും പൊട്ടി. അതുകൊണ്ട് വലിയ നമ്മുടെ മുമ്പിലങ്ങും മഴ കാണാൻ പറ്റുന്ന പളനിയാണ്ടവൻ്റെ അമ്പലം കാണാൻ ഇവിടുന്ന് ചെറുതായിട്ട് ഒരു റോഡ് നീളേക്ക് കുറേ കുതിരവണ്ടിയിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. കുതിരയെ കണ്ട? കുതിരവണ്ടി പോകുന്നുണ്ട്. ഹായ്, അവൻ്റെ മണിയിലിക്കാൻ കേട്ടോ. ഭയങ്കര ദേഷ്യമാണ്. ഇവന്മാരങ്ങനെ ഫുഡൊന്നും കൊടുക്കൂലോ, ഒന്നും അറിഞ്ഞുകൂടാ. അവിടെ ഇത്രയും മതി. ഇനി നമുക്ക് ബാക്കിലോട്ട്. ഞാനിതിങ്ങനെ പുറത്തോട്ട് തിരിഞ്ഞിരുന്നാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇങ്ങനെ ഫ്രണ്ടിൽ കാണാം. അയ്യോ, ഞാൻ ടാറ്റ പറഞ്ഞു. അയ്യോ, ചൂടാ ഉമ്മയും വെച്ച്. അത് വേണ്ട നമുക്ക്. ദൈവമേ, ആരെയും പളനിയേണ്ടവനായിട്ട് നോക്കിയോ. ചിലപ്പം കുതിരവണ്ടിയുടെ മനങ്ങിയിരിക്കുന്ന ശബ്ദം കേൾക്കാമല്ല. ഇവര് ആൾക്കാർക്കനുസരിച്ചാണ് പൈസ വാങ്ങിക്കുന്നത് കേട്ടോ. അതായത് എത്ര പേരെന്ന് ചോദിച്ചില്ലേ, ഒരാൾക്ക് 50 രൂപ. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിക്കും. എത്തിയാ വേറെ കുതിരേൻ്റെ ഒരു കുതിര അങ്ങോട്ട് റിട്ടേൺ അടിക്കുന്നു. അയ്യോ, ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം കുതിരവണ്ടി കയറിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് കയറിയത്. ഇപ്പോൾ കയറിയപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എടുത്തിട്ട് അടിക്കുന്നു. നമ്മുടെ തമിഴ്നാട് പളനിയാണേ. അമ്പലത്തിലെത്തിയെന്ന് തോന്നുന്നു. അനൗൺസ്മെൻ്റൊക്കെ കേൾക്കുന്നു. ഇവിടെ ഒരുപാട് പേര് തന്നെ കാവിയൊക്കെ കൊടുത്ത്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്, വേറെ ഒരു ടെമ്പിളുണ്ട്.
എത്തിയാ എത്തി. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാണ്. പിന്നെ ബാക്കി എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. എത്തിയൊന്നുമില്ല, ഇല്ലേ എത്തിയില്ല കേട്ടോ. ഇനിയും പോകണം. ഞാൻ വിചാരിച്ച് എത്തിയെന്ന്. നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ എപ്പോഴാണ് എത്തുന്നതെന്ന് അറിഞ്ഞൂടാ. എത്തിയെന്നാണ് തോന്നുന്നത്. ഇവിടെ നിറച്ചും പൂവും അതുമൊക്കെ വെച്ചിരിക്കുന്ന അമ്പലത്തിൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള കണ്ടോ.